ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അലിഗേറ്റർക്കാരന് കൊടുക്കാൻ പറ്റിയ ഫുഡുകളെ കുറിച്ചാണ്, അവരുടെ ഡയറ്റിനെ കുറിച്ചാണ്. സാധാരണയായിട്ട് ഇവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റുകളിൽ ഹണ്ട് ചെയ്ത് കഴിക്കുന്നത് മറ്റ് മീനുകളെ തന്നെയാണ്. ഇതിൽ സാധാരണ മീനുകൾ കൂടാതെ നമ്മുടെ ഞണ്ടുകൾ, ക്രേഫിഷുകളൊക്കെ പെടും. പിന്നെ ഇവർ ഹണ്ട് ചെയ്ത് കഴിക്കുന്നത് ചെറിയ പക്ഷികളെ, അതുപോലെ തന്നെ എലി പോലുള്ള സംഭവങ്ങൾ, പിന്നെ തവള, പിന്നെ ഇൻസെക്റ്റ് ലാർവകൾ, BSF ലാർവ പോലുള്ള വലിയ ലാർവകളൊക്കെ ഇവർ കഴിക്കാറുണ്ട്. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് ഇവർ നാച്ചുറൽ ഹാബിറ്റാറ്റുകളിൽ ഫുഡായിട്ട് കഴിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിഷ് ടാങ്കുകളിൽ, അക്വേറിയങ്ങളിൽ അല്ലെങ്കിൽ പോണ്ടുകളിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഫുഡുകളെ കുറിച്ചാണ്. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് തന്നെ ലൈവായിട്ടുള്ള അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ഫുൾ ഫിഷുകൾ തന്നെയാണ്. ചെറിയ സൈസിലൊക്കെ ആണെങ്കിൽ ചെറിയ ഗപ്പി, പ്ലാറ്റി പോലുള്ള മീനുകളൊക്കെ കൊടുക്കാം. വലുതായി വരുമ്പോൾ ഫുൾ സൈസ് വലിയ മീനുകളെ തന്നെ ഡയറക്റ്റ് ഫീഡ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള മീനുകളല്ലാതെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വലിയ മീനുകളെ നമ്മൾ ഫ്ലഷ് മാത്രം കട്ട് ചെയ്ത് വാങ്ങി അത്തരത്തിലുള്ള മാംസത്തിൻ്റെ വലിയ പീസുകളും നമുക്ക് ഇവരുടെ സൈസ് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് ഫീഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവർക്ക് ചിക്കൻ ഫീഡ് ചെയ്യാവുന്നതാണ്. ചിക്കൻ ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലഷ് ഫീഡ് ചെയ്യാം, അതുപോലെ തന്നെ ലിവറും ഹാർട്ടും ഒക്കെ ഫീഡ് ചെയ്യാം. ഇത് ഫീഡ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, കാരണം ഫിഷിനേക്കാളും കുറച്ച് സമയം കൂടുതലെടുക്കും ഡൈജസ്റ്റ് ആവാനായിട്ട് ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഓവർ ഫീഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ, കക്ക, ഇറച്ചി പോലുള്ള അത്തരത്തിലുള്ള സംഭവങ്ങളും നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്രോസൺ ഐറ്റംസിലും ഇതെല്ലാം വരുന്നുണ്ട്, അതായത് ചെമ്മീൻ, അതുപോലെ കണവ, ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം ഫ്രോസൺ ആയിട്ട് വരുന്നുണ്ട്. ഇത്തരം സംഭവങ്ങളും നമുക്ക് ഫീഡ് ചെയ്യാം. പിന്നെ ലാർവ, വേംസ് കാറ്റഗറിയിൽ പെടുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് BSF ലാർവ ഫീഡ് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലഡ് വേംസ്, എർത്ത് വേംസ്, മീൽ വേംസ്, ഇത്തരത്തിലുള്ള വേംസുകളൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം. ചിക്കൻ ഫീഡ് ചെയ്യാന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുപോലെയല്ല നമ്മുടെ മറ്റ് മീറ്റ് ഐറ്റംസ്, അതായത് ബീഫ്, പോർക്ക്, അതുപോലെ മട്ടൺ, അത്തരം ഐറ്റംസ് ഒന്നും പൊതുവെ റെക്കമെൻഡഡ് അല്ല, കാരണം ഡൈജസ്റ്റ് ആവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിവർ, ഹാർട്ട്, ഇത്തരം സംഭവങ്ങൾ മാത്രം കൊടുക്കുക. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. നമുക്ക് തന്നെ അറിയാം, അതായത് കുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ഇതുപോലുള്ള ബീഫ്, മട്ടൺ, പോർക്ക് പോലുള്ള ഐറ്റംസ് ആണ്. അത് കാണിക്കുന്നത് തന്നെ ആ ഒരു മാംസത്തിൻ്റെ കട്ടിയാണ്. ഏറ്റവും ഫാസ്റ്റായിട്ട് കുക്ക് ആവുന്നത് ഫിഷ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ ചിക്കൻ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഫിഷും ചിക്കനും റെക്കമെൻഡ് ചെയ്യുന്നത്. ബാക്കി ഐറ്റംസ് എല്ലാം റെക്കമെൻഡ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. പിന്നെ തവള പോലുള്ള ജീവികളെയൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം, പക്ഷേ നല്ലതിനെ നോക്കി ചൂസ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഫീഡർ ഫിഷുകളെ കുറിച്ച് പറഞ്ഞു, അതായത് ഫുൾ സൈസ് ഫിഷുകൾ ലൈവ് ആയിട്ടുള്ളതോ ഡെഡ് ആയിട്ടുള്ളതോ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ഫാറ്റ് കുറഞ്ഞ മീനുകളെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ആരോഗ്യത്തിന് കൂടുതൽ നല്ലത് അത്തരത്തിലുള്ള മീനുകളെ ചൂസ് ചെയ്യുന്നതാണ്. ജുവനൈൽ സ്റ്റേജിലുള്ള അല്ലെങ്കിൽ ചെറിയ സൈസിലുള്ള അലിഗേറ്റർക്കാറുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെയിലി ഫീഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ ദിവസം ഇടവിട്ട് ഫീഡ് ചെയ്യാം. അതേസമയം വലിയ സൈസിലുള്ള അലിഗേറ്റർക്കാറാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2-3 തവണ മാത്രം ഫീഡ് ചെയ്താൽ മതി. ഒരു കാരണവശാലും ഇവരെ ഓവർ ഫീഡ് ചെയ്യാനായിട്ട് പാടില്ല. ഓവർ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ബ്ലോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് വീർക്കുന്ന ഒരു സംഭവമാണ്, ഗ്യാസൊക്കെ നിറഞ്ഞിട്ട്. അത് ഇവർ ചത്തുപോകാനായിട്ട് കാരണമാവാറുണ്ട്. പിന്നെ ഓവർ ഫീഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വെള്ളം പെട്ടെന്ന് മോശമാവുന്നുള്ളതാണ്. അമോണിയ, നൈട്രേറ്റ് ഇവയെല്ലാം പെട്ടെന്ന് തന്നെ സ്പൈക്ക് ആവും. അതുകൊണ്ട് ഒരിക്കലും ഓവർ ഫീഡ് ചെയ്യരുത്. വെള്ളത്തിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. നല്ല രീതിയിലുള്ള സ്ട്രോങ് ഫിൽട്രേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ റെഗുലർ വാട്ടർ ചേഞ്ച് കൃത്യമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ മീനുകൾക്ക് ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം, അതിനകത്ത് എന്തെങ്കിലും വേസ്റ്റായി കിടക്കുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് എടുത്ത് മാറ്റുന്നതാണ് നല്ലത്, ഒരു നെറ്റോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്. പ്രത്യേകിച്ച് അലിഗേറ്റർക്കാർ പോലുള്ള മീനുകൾ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് ഫീഡ് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ കെയർഫുള്ളായിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടോങ്സ് ഉപയോഗിച്ച് ഇവർക്ക് ഫീഡ് ചെയ്യുന്നതാണ് നല്ലത്. ചെറിയ സൈസിലുള്ള അലിഗേറ്റർക്കാറുകൾക്ക് എപ്പോഴും പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലുള്ള ഫുഡ് കൊടുക്കുന്നതാണ് നല്ലത്. അതായത് ഇപ്പോൾ ബ്ലഡ് വേംസ്, അല്ലെങ്കിൽ ഇൻസെക്റ്റ് ലാർവ, ചെറിയ ഫിഷുകൾ, ഗപ്പി, പ്ലാറ്റി, മോളി, ഇതുപോലുള്ള സംഭവങ്ങൾ മാത്രം ഫീഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ചെമ്മീൻ, ഹാർഡായിട്ടുള്ള സംഭവങ്ങളൊന്നും ഫീഡ് ചെയ്യാതിരിക്കുക. അതായത് ചിക്കൻ പോലുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ല കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ ഇവരുടെ ഫീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സൈഡിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന മീനുകളാണ്. അത് ഫുഡ് താഴേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് നമ്മൾ ഇട്ട് കൊടുത്താലും സൈഡിൽ നിന്ന് വന്നാണ് ഇവർ സ്ട്രൈക്ക് ചെയ്യുന്നത്. പിന്നെ ഇവർ ഫാക്കൾട്ടേറ്റീവ് എയർ ബ്രീതേഴ്സ് ആണ്. അതായത് ഇവർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ്. അത് കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർക്ക് തോന്നുന്ന സമയത്താണ് ഇവർ മുകളിൽ വന്നിട്ട് ബ്രീത് ചെയ്യുന്നത്, അതായത് അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കുന്നത്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ബിഹേവിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് അത് വായിൽ വെച്ചിട്ട് കഴിക്കാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുകിടന്ന് കളിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡയറ്റിനെ കുറിച്ച് പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.